ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വാതം പിത്തം കഫം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുന്നത്. വാത പിത്ത കഫദോഷങ്ങളാണ് ഒരു ശരീരത്തിലുള്ളതെന്നും അതിനെ ആയുർവേദം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതേപ്പറ്റി ഒന്ന് പറയാമോ? ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വാതം പിത്തം കഫം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻ്റ് എത്തിക്കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഏത് ദോഷമാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി ചികിത്സ മുന്നോട്ട് പോകുന്നത്. അപ്പം വാതദോഷം ആണെന്നുണ്ടെങ്കിൽ കൂടുതലും രൂക്ഷമായിട്ടുള്ള ഡ്രൈനെസ് കൂടുതലായിരിക്കും, അവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകും, അതുപോലെ സ്കിന്നിന് റാഷസ് അങ്ങനെയുള്ള പിന്നെ വാതസംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾ, വേദനകൾ കൂടുതൽ കാണും, നീരുണ്ടാവും, നീർക്കെട്ടുണ്ടാവും, അതുപോലെ ഞരമ്പ് വലിക്കൽ അങ്ങനെയുള്ള രോഗങ്ങളാണ് അവരിൽ കൂടുതലും കണ്ടുവരുന്നത്. പിത്തപ്രകൃതം എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, ബ്ലോട്ടിങ്, ഒന്നുകിൽ മലബന്ധമായിരിക്കും ഇല്ലെങ്കിൽ ലൂസ് മോഷനായിട്ടായിരിക്കും പോകുന്നത്, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും. കഫപ്രകൃതിക്കാർക്ക് കൂടുതലും കുറച്ച് സ്കിൻ ഡിസീസൊക്കെ കൂടുതൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ തന്നെ അതിൽ ഒലിപ്പ്, ഒരു ഊസിങ് ടൈപ്പ് അങ്ങനത്തെ ഒരു ഇതാണ് ആ കഫപ്രകൃതിയിലുള്ള ആൾക്കാരിൽ കണ്ടുവരുന്നത്.